എൻ്റെ പേര് റജി. ഞാൻ പെരുമ്പടവിൽ യേശു കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എം അക്ബർ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, യേശുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന് ശക്തമായി പറയുവാനിടയായി തീർന്നു. എന്നാൽ ബൈബിൾ പറയുന്നു യേശുവിനെ ക്രൂശിച്ചിട്ടുണ്ട് എന്ന്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സ്ഥലത്ത് യേശുവിനെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന് വളരെ ശക്തമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് വാക്യസഹിതം വേണമെങ്കിൽ മത്തായി 27:35, മർക്കോസ് 15:24, ലൂക്കോസ് 23:33, യോഹന്നാൻ 19:23, 4 സ്ഥലത്ത് യേശുവിനെ ക്രൂശിച്ചുവെന്ന് 4 പേർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തെങ്കിലും പറയുവാനുണ്ടോ? സുവിശേഷ പ്രവർത്തകനായ ബഹുമാന്യനായ സുഹൃത്തിനോട് ആദ്യം പറയാനുള്ളത്, എന്തിനാണ് ഇത്തരം വികാരപ്രകടനമെല്ലാം? മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ കത്തിയെടുക്കും എന്ന് പറയുന്ന ആളുകൾക്ക് എന്തിനാണ് ഒരു വിഷയം പറഞ്ഞപ്പോഴേക്ക് ഇത്ര വലിയ വികാരപ്രകടനവും, ഇപ്പോൾ തന്നെ അത് സ്റ്റേജിൽ വെച്ച് തന്നെ മറുപടി പറയണം എന്നുള്ള വിചാരവുമെല്ലാം എന്തിനാണെന്ന് മനസ്സിലാവണില്ല. ഇസ്ലാമിൻ്റെ ഭാഷയിലാണ് അക്ബർ തട്ടിക്കളയുമെന്ന് പറഞ്ഞ ആളുകൾക്ക് എന്തിനാണ് ഇത്രയധികം വികാരപ്രകടനം? വളരെ സൗമ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇസ്ലാമികമായ സിദ്ധാന്തമാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 157, 158 വചനങ്ങളിൽ വളരെ കൃത്യമായി ഖുർആൻ പറയുന്ന കാര്യമാണ്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാനും കഴിഞ്ഞിട്ടില്ല, അവർ സദൃശ്യമാക്കപ്പെടുകയാണ്, അങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഖുർആൻ പറയുന്നത്. ബഹുമാന്യനായ സുവിശേഷ വേല ചെയ്യുന്ന സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്, യാതൊരു സംശയമില്ല. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനുമെല്ലാം യോജിക്കുന്ന ബൈബിളിലെ വളരെ വിരളമായ പോയിന്റുകളിൽ ഒന്നാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന പോയിന്റ്. എന്നാൽ ഈ പോയിന്റ് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നാം പരിശോധിക്കണം എന്ന് മാത്രമേ എനിക്ക് എൻ്റെ സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളൂ. മറുപടി കേൾക്കാനുള്ള ഒരു മാന്യതയെങ്കിലും ഉണ്ടാവുക. ഇവിടെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതായി 4 സുവിശേഷങ്ങളും 3 സംഹിതാ സുവിശേഷങ്ങളും യോഹന്നാന്റെ സുവിശേഷവും ഒരേപോലെ പറയുന്നുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, യാതൊരു സംശയവും വേണ്ട. എന്നാൽ അത് എത്രത്തോളം ശരിയാണ് എന്നാണ് നാം പരിശോധിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് ഈ 4 സുവിശേഷങ്ങൾ മാത്രം ബൈബിളിന്റെ ഭാഗമായത് AD 325 നിഖയ സുനഹദോസിന് ശേഷമാണ്. അതിനു മുൻപ് പല പുസ്തകങ്ങളും വായിക്കപ്പെട്ടിരുന്നു, പല സഭകളാലും. അങ്ങനെ വായിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളിൽ ഏകദേശം 20ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രവൃത്തി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് ലേഖനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് 4 സുവിശേഷങ്ങൾ മാത്രം തെരഞ്ഞെടുത്തു, ബാക്കിയുള്ളവ നശിപ്പിച്ചു കളഞ്ഞു. ഈ 4 സുവിശേഷങ്ങൾ തെരഞ്ഞെടുക്കുവാനുണ്ടായിരുന്ന അടിസ്ഥാന മാനദണ്ഡം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അംഗീകരിക്കുന്ന സുവിശേഷങ്ങൾ മാത്രമാണ് സ്വീകരിക്കേണ്ടത് എന്ന നിഖിയ സുനഹദോസിന്റെ തീരുമാനമായിരുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അംഗീകരിക്കാത്ത രേഖകളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടാണ് നിഖിയ സുനഹദോസിന് ശേഷമുള്ള സഭ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ 4 സുവിശേഷങ്ങൾ പൊക്കിപ്പിടിച്ച് ഇത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് അംഗീകരിക്കുന്നു എന്നതാണ് അതിന് നിലനിൽപ്പ് തന്നെ നൽകിയത്. ഇനി അതിന്റെ അംഗീകാരം നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ കഴിയും?
നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത്. മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും 4 സുവിശേഷങ്ങളാണുള്ളത്. യേശു ക്രൂശിക്കപ്പെട്ടു എന്നതിന് ലോകത്ത് അവശേഷിക്കുന്ന 4 സാക്ഷികളാണ് ഇവർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 പേരുടെയും സാക്ഷ്യം സ്വീകാര്യമാകുമോ? ഒന്നാമത്തെ എൻ്റെ ചോദ്യം അതാണ്. മത്തായിയുടെ സുവിശേഷം, യേശു ക്രിസ്തുവിന് മത്തായി എന്ന പേരിലൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ സുവിശേഷം എഴുതിയ മത്തായി യേശുവിന്റെ ശിഷ്യനല്ല ആയ മത്തായി അല്ല എന്നും, കാലഘട്ടങ്ങൾക്ക് ശേഷം ആരോ എഴുതി യേശുവിന്റെ ശിഷ്യനായ മത്തായിയുടെ പേരിൽ ആരോപിച്ചതാണ് എന്നുമുള്ള വസ്തുത ബൈബിൾ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒന്നാമത്തെ സുവിശേഷ കർത്താവ് യേശുവിന്റെ ശിഷ്യനല്ല. രണ്ടാമത്തെ സുവിശേഷ കർത്താവ് മർക്കോസ് യേശുവിന്റെ ശിഷ്യനല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. മർക്കോസ് നേരിട്ട് യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ല. മൂന്നാമത്തെ ആളായ ലൂക്കോസ് പൗലോസിന്റെ യേശുവിന്റെ ശേഷം, യേശുവിന്റെ കാലശേഷം യേശുവിന്റെ മതം മാറ്റി പുതിയൊരു മതത്തെ അവിടുത്തെ ആളുകൾക്ക് പഠിപ്പിച്ച പൗലോസിന്റെ ശിഷ്യനാണ് ലൂക്കോസ്. അദ്ദേഹവും യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, യേശുവിന്റെ ശിഷ്യനല്ല. നാലാമത്തെ ആളായ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനത്തിൽ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ അല്ല ആ സുവിശേഷം എഴുതിയത് എന്നും, പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ എഴുതി യോഹന്നാന്റെ പേരിൽ രേഖപ്പെടുത്തിയതാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. വേണമെങ്കിൽ ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി, അതല്ലെങ്കിൽ സെന്റ് ജെറോം ബിബ്ലിക്കൽ കമന്ററി, അതുമല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിൾ വിജ്ഞാനകോശമായ ബൈബിൾ നിഘണ്ടു AC ക്ലൈറ്റന്റെ, അതല്ലെങ്കിൽ കത്തോലിക്കരുടെ ബൈബിൾ വിജ്ഞാനകോശമായ ബൈബിൾ വിജ്ഞാനകോശം ഡോക്ടർ ജോൺ മുല്ലമറ്റം എഡിറ്റ് ചെയ്തത്. ഇത് ഏത് വായിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇനി വേണ്ട, വാദത്തിന് വേണ്ടി ഈ 4 പേർ സാക്ഷികളാണെന്ന് നമ്മൾ അംഗീകരിക്കുക. 4 പേരും ദൃക്സാക്ഷികളാണ്. ഈ കുരിശുമരണം എന്നുള്ള സംഭവം 4 പേരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക. ഈ 4 പേരും കണ്ട സംഭവം സ്വാഭാവികമായിട്ടും ലോകത്തെ ഏത് കോടതിയിലാണെങ്കിലും 4 സാക്ഷികൾ ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം അംഗീകരിക്കും. പക്ഷേ ആ ദൃക്സാക്ഷികളുടെ ദൃക്സാക്ഷി വിവരണം കൃത്യമാകണം, വൈരുദ്ധ്യമില്ലാത്തതാകണം, തെറ്റുപറ്റാത്തതാകണം. എന്നാൽ ഈ 4 സാക്ഷികളെയും നമുക്ക് കോടതിയിലേക്ക് കൊണ്ടുവരാം. അവരുടെ ദൃക്സാക്ഷി വിവരണം നമുക്ക് പരിശോധിക്കാം. അവർ കുരിശുമരണത്തിന് യേശുവിനെ ഒറ്റുകൊടുക്കുന്ന സമയം മുതൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ക്രൂശിൽ മരിക്കുന്ന സമയം വരെയുള്ള വ്യത്യസ്ത സംഭവങ്ങളെ വിശദീകരിച്ചിട്ടുള്ളത് വിരുദ്ധമായ രീതിയിലാണ് എന്നുള്ളതാണ് സത്യം. യാതൊരു ഐക്യവുമില്ലാത്ത രൂപത്തിലാണ് പല വിശദീകരണങ്ങളും. ആദ്യമായി ചുംബനത്തിലൂടെ ഒറ്റുകൊടുത്ത രംഗത്തെക്കുറിച്ച്, ചുംബനത്തിലൂടെയാണ് ഈ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തത് എന്ന് മത്തായി പറയുമ്പോൾ അത്തരം ഒരു ചുംബനത്തെക്കുറിച്ച് തന്നെ യോഹന്നാൻ അറിഞ്ഞിട്ടില്ല. മത്തായി യേശുവിനെ പിടിച്ചതിന് ശേഷം ആദ്യമായി കയ്യാഫാസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അല്ല, അന്നാസിന്റെ അടുക്കലേക്കാണ്, കയ്യാഫാസിന്റെ അമ്മായിയപ്പനായ അന്നാസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് ലൂക്കോസ് പറയുന്നത്. യേശുവാണ് കുരിശു ചുമന്നത് എന്ന് മത്തായി പറയുമ്പോൾ അല്ല, യേശുവിനോടൊപ്പമുള്ള മറ്റൊരാളാണ് കുരിശു ചുമന്നത് എന്ന് മർക്കോസ് പറയുന്നു. ഇനിയും കഴിഞ്ഞോ? എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത്, എല്ലാം തെറ്റിക്കോട്ടെ, കുരിശുമരണം കണ്ട ആൾക്കാരാണല്ലോ, ഏറ്റവും ചുരുങ്ങിയത് ആ കുരിശുമരണത്തിൽ യേശു ക്രിസ്തു അവസാനമായി എന്തു പറഞ്ഞു എന്ന വിഷയമെങ്കിലും അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവരെ ദൃക്സാക്ഷികളായി അംഗീകരിക്കാമായിരുന്നു. എന്നാൽ മത്തായി പറയുക, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു എന്നാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് യേശു ക്രിസ്തു ആ സമയമായപ്പോൾ, മരണത്തിന്റെ സമയമായപ്പോൾ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് സമാധാനത്തോടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനെ ദൃക്സാക്ഷികളായി കോടതിക്ക് മുന്നിൽ ഹാജരാകുന്ന ഈ 4 പേരും ഈ സംഭവത്തെക്കുറിച്ച് തികച്ചും വിരുദ്ധമായ, തികച്ചും വ്യത്യസ്തമായ
അനുഭവ സാക്ഷ്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സത്യസന്ധമായ ഒരു കോടതിക്ക് ഇവരുടെ വർത്തമാനം തെളിവായി എടുക്കാൻ കഴിയില്ല. ഇതല്ലാത്ത തലത്തിൽ ഞാൻ പറഞ്ഞു 4 പേരും ദൃക്സാക്ഷികളല്ല താനും. ഇനിയത്തെ പ്രശ്നം പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്നുള്ളതാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു. എന്താ? അവർക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെടുക മാത്രമാണ് ചെയ്തത്. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ഇന്നും തർക്കത്തിൽ തന്നെയാണ്. തീർച്ചയായും ആ വിഷയത്തിൽ തർക്കത്തിലും അഭിപ്രായാന്തരത്തിലും ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് ബൈബിളിന്റെ സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായും സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സുവിശേഷങ്ങളും ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് 4 സുവിശേഷങ്ങൾ അതിജീവിച്ചത് തന്നെ കുരിശു മരണത്തെ അത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ അംഗീകരിക്കുന്ന 4 സുവിശേഷങ്ങൾ തന്നെ വൈരുദ്ധ്യമാണ് ഈ വിഷയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവ വസ്തുനിഷ്ഠമായ ഒരു തെളിവായി അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവിക ഗ്രന്ഥം കൃത്യമായി യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പ്രിയ അക്ബർ അദ്ദേഹം പറയുവാനിടയായി തീർന്നു, 4 പേരും പറഞ്ഞത് വളരെ വൈരുദ്ധ്യമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ആണെന്ന് പറയുവാനിടയായി തീർന്നു. മത്തായി യേശുവിൻ്റെ ശിഷ്യനല്ല എന്ന് തീർത്തു പറഞ്ഞു. അതായത് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനെല്ലാം തീർത്തങ്ങ് പറഞ്ഞു. ആർക്ക് തെളിയിക്കാൻ കഴിയും? യോഹന്നാൻ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനെല്ലാം ശക്തമായിട്ട് അങ്ങ് പറയുകയാണ്. അതും ആർക്കും തെളിയിക്കാൻ കഴിയത്തില്ല. പിന്നെ അപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത ഗ്രാമമാണ് പുളിങ്ങോം പഞ്ചായത്ത്, പുളിങ്ങോം കവല, പുളിങ്ങോം ടൗൺ. അവിടെ ഒരു കൊലപാതകം നടന്നുവെന്ന് ഇപ്പോൾ ഇവിടെ ഓടി വന്ന ഒരു വ്യക്തി പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഓടി വന്ന് പറയുക, ഒരു വ്യക്തി, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒരാൾ പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷേയെങ്കിൽ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. ആ വ്യക്തി പറയുന്ന അത് കഴിഞ്ഞ് ഒരു വ്യക്തി കൂടി വന്നിട്ട് പറയുക, അവിടെ ഇന്നയാളെ ഇന്ന പേരിൽ ഇന്നയാളെ എന്ത് ചെയ്തു, കുത്തിക്കൊന്നു. അത് കഴിഞ്ഞ് മൂന്നാമത് ഒരു വ്യക്തി കൂടി വന്ന് പറയുകയാണ്, അവിടെ ഇന്നപോലെ പുളിങ്ങോത്തൊരു സംഭവം നടന്നു, ഇന്നയാളെ ഇന്നപോലെ കുത്തിക്കൊന്നു. 4മത് ഒരു വ്യക്തി ഒന്ന് പറയുകയാ, ഇന്നപോലെ ഇന്ന സംഭവത്ത് പുളിങ്ങോത്തിന് സംഭവം നടന്നു. 4 പേരും പറയുന്ന ഒരുപോലെ ആയിരിക്കണം നിർബന്ധമില്ല. ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അത് പറച്ചിൽ ചിലപ്പം അല്പം അങ്ങോട്ടോ കയറി ഇറങ്ങി വന്നെന്ന് വരാം. അപ്പോൾ തന്നെ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നടന്ന സംഭവം, അവിടെ നടന്നതായ ആ സംഭവം ഞങ്ങൾ കണ്ടില്ലല്ലോ, ഞങ്ങൾ അവിടെ അത് പോയി അടക്കിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ആ സംഭവം കണ്ടില്ല എന്നുകൊണ്ട് അവിടെ നടന്ന സംഭവം നടന്നില്ല എന്നുണ്ടോ? ഇല്ല. ആ ആളെ പോയി കുത്തിക്കൊന്ന വ്യക്തിയെ കണ്ടില്ല, ആ അടക്കിൽ കൂടിയില്ല, അല്ലെങ്കിൽ ആ മരണശുശ്രൂഷയിൽ പങ്കെടുത്തില്ല എന്നുകൊണ്ട് അവിടെ നടന്ന സംഭവം ഇല്ലാതെ ആയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവിടെ നടന്ന സംഭവം നടന്നത് തന്നെയാണ്. മാത്രമല്ല AD എന്നും BC എന്നും യേശു ലോകത്തിൽ വന്നതിന് ശേഷമാണ് തിരിച്ചത്. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ യേശു ലോക ചരിത്ര പുരുഷനാണെന്ന് വളരെ വ്യക്തമായിട്ട് ലോക ചരിത്രം നമ്മളെ അറിയിക്കുന്നു. യേശു ചരിത്ര പുരുഷനാണെന്ന് വളരെ വ്യക്തവും ചന്തവും ഉചിതമായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നും പറയാനില്ല. മനസ്സിലായവർക്ക് മനസ്സിലായി. ഇവിടെ അതെല്ലാം സ്വാഭാവികമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സുവിശേഷ പ്രസംഗകരാണല്ലോ ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ എതിർത്താൽ കത്തിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം സ്വാഭാവികം. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒന്നാമത്തെ പ്രശ്നം, ഈ 4 പേരില് മത്തായിയും യോഹന്നാനും യേശുവിന്റെ ശിഷ്യന്മാരല്ല എന്ന് ആര് പറഞ്ഞു എന്നാണ്? ഞാൻ പറഞ്ഞതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി എടുക്കുക, ഞാൻ എഴുതിയതല്ല, ഒരു സംഘം ക്രിസ്ത്യൻ പണ്ഡിതന്മാരെഴുതിയതാണ്. ബൈബിൾ നിഘണ്ടു എടുക്കുക, മലയാളത്തിൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ. റവറൻഡ് AC ക്ലൈറ്റൺ ആണ് എഴുതിയത്, ഞാനല്ല, ഏതെങ്കിലും മുസ്ലിം അല്ല. ഇതേപോലെ തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ട പഠന ഗ്രന്ഥങ്ങൾ മുഴുവനും പറയുന്ന കാര്യമാണിത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, സുഹൃത്ത് പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ഒരാള് അടുത്ത കവലയിൽ കൊന്നു എന്നൊരാൾ വന്ന് പറയുന്നു. ആ കൊന്നു എന്ന് പറയുന്ന ഇയാൾ
വീണ്ടും വേറൊരാൾ വന്ന് പറയുന്നു, വീണ്ടും വേറൊരാൾ വന്ന് പറയുന്നു, വീണ്ടും വേറൊരാൾ വന്ന് പറയുന്നു. ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പറയുന്നത് ചിലപ്പോൾ വിശദീകരണങ്ങൾ ഉണ്ടാകാം, കൂടുതൽ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കോടതി സ്വീകരിക്കില്ല. അതിനാകെ സാക്ഷികൾ അവരാണെങ്കിൽ ഒരു കോടതിയും സ്വീകരിക്കൂല, യാതൊരു സംശയവും വേണ്ട. ഒരു കോടതിയും സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ കുത്തിക്കൊന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് പറയാണ്, ഇത് ഇയാള് കുത്തിക്കൊന്നത് ഞാൻ കണ്ടു. മറ്റേ ആള് പറയാണ് ഇയാളോടൊപ്പം 4 ആൾ ഉണ്ടായിരുന്നു കുത്തിക്കൊല്ലുമ്പോ. മറ്റേ ആള് പറയില്ല, ഇയാൾ ഒറ്റക്കായിരുന്നു കുത്തിക്കൊന്നത്. വേറെ ആള് പറയാണ് ഇവർ നടന്നു വന്നിട്ടാണ് കുത്തിക്കൊന്നതെന്ന് ഒരാൾ. പിന്നെ വേറൊരാൾ പറയാം അല്ല, ഒരു വാഹനത്തിൽ വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് ഇയാളെ കുത്തിക്കൊന്നത്. 4ാമത്തെ ഒരാൾ വേറെ രൂപത്തിലും പറയാന്ന് വിചാരിക്കുക. കോടതി പറയും 4 കൂട്ടർ ഈ പണിക്ക് പറ്റൂല, പൊക്കോളൂന്ന്. കള്ളസാക്ഷികളാണെന്ന് പറയും, കള്ളസാക്ഷികളാന്ന് പറയും. എന്താ കാരണം? ഒരേ സംഭവത്തെ ഒന്നിൽ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിക്കൂടാ. വൈരുദ്ധ്യവും വ്യത്യാസമുണ്ട്. വൈരുദ്ധ്യമാണ് ഈ 4 സുവിശേഷകാരന്മാരുടെയും സംസാരത്തിൽ. പിന്നെ യേശു ചരിത്ര പുരുഷനല്ല എന്ന് ഞാൻ പറഞ്ഞ മാതിരിയുണ്ട്. യേശു ചരിത്ര പുരുഷനല്ല എന്ന് ക്രിസ്ത്യാനികൾ മുഴുവൻ പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കൂല. കാരണം ഖുർആൻ വളരെ വ്യക്തമായി യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശു ചരിത്ര പുരുഷനാണ്, മഹാനാണ്. പിന്നെ AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് ആണ് എന്നുള്ള വിവരക്കേടുമായിട്ടാണ് എൻ്റെ സുഹൃത്ത് നടക്കുന്നതെങ്കിൽ അയാളെക്കുറിച്ച് പിന്നെ വേറൊന്നും പറയാൻ എനിക്ക് നിർവാഹമില്ല. അന്നാ ഡോമിനി എന്നാണ് ADയുടെ ഫുൾ ഫോം, അതെങ്കിലും മനസ്സിലാക്കി വെക്കുക. അത് എന്താണ്? സഭകൾ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ ചരിത്രം ADയും BCയുമായി തിരിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഏത് കൊല്ലത്തിലാണ് യേശു ജനിച്ചത്? അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറ എന്നുള്ളത്, ഹിജറയാണ് കലണ്ടറിന്റെ ബേസ്. ഹിജറ കലണ്ടർ എന്ന് പറയുമ്പോൾ ഹിജറ 1ാമത്തെ വർഷം, ആ രൂപത്തിലാണ്. യേശുവിന്റെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചത് എങ്കിൽ എന്ത് വേണം? യേശു ജനിച്ച തീയതി മുതൽക്കുള്ളതാകണം. ഇതങ്ങനെയല്ല, മുൻപേ ഉണ്ടായിരുന്ന ഒരു കലണ്ടർ, അത് യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ BCയും ADയുമായി തിരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഏതായിരുന്നാലും യേശുവിൻ്റെ ചരിത്രപരതയിൽ നമുക്ക് ആർക്കും സംശയമില്ല. ആരും അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്ന് പറയണില്ല. അത് ഭൗതികവാദികൾ, യുക്തിവാദികൾക്ക് പറയേണ്ട മറുപടിയാണ്. മറുപടി പറയേണ്ട സ്ഥലം മാറിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.